പള്ളി പിടിച്ചുപറിക്കാരെ കോടതി കണ്ടം വഴി ഓടിച്ചു. യാക്കോബായ സഭാ വിശ്വാസികളുടെയും സഭയിൽ സമാധാനം പുലരണം, ഇരുസഭകളും തമ്മിൽ ഐക്യമുണ്ടാകണം എന്നാഗ്രഹിക്കുന്ന ഓർത്തഡോക്സ് സഭയിലെ സമാധാനപ്രേമികളായ വിശ്വാസികളുടെയും പ്രാർത്ഥന അങ്ങനെ സഫലമായി. നൂറ്റാണ്ടുകളായി തുടരുന്ന സഭാക്കേസിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കുവാൻ സാധിക്കത്തക്ക ഒരു ചരിത്ര ഉത്തരവ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇന്ന് ഉണ്ടായിരിക്കുകയാണ്. ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങൾ തമ്മിലുള്ള ദീർഘകാല തർക്കത്തിൽ ഉൾപ്പെട്ട 6 പള്ളികൾ ഏറ്റെടുക്കുവാൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയ മുൻ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഇന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി റദ്ദാക്കി. യാക്കോബായ സഭ നൽകിയ അപ്പീലുകൾ പരിഗണിച്ചാണ് ഈ കോടതി നടപടി. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ബെഞ്ചിന്റെ പോലീസ് സംരക്ഷണ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ട് പരാമർശിച്ച ആ 6 പള്ളികൾ ഇനി പറയുന്നവയാണ്. എറണാകുളം ജില്ലയിലെ പള്ളികളായ പുളിന്താനം സെയിന്റ് ജോൺസ് ബെസ്ഫാഗെ പള്ളി, ഓടക്കാലി സെയിന്റ് മേരീസ് പള്ളി, മഴുവന്നൂർ സെയിന്റ് തോമസ് പള്ളി, പാലക്കാടുള്ള പള്ളികളായ മംഗലണ്ടാം സെയിന്റ് മേരീസ് പള്ളി, എരിക്കിൻചിറ സെയിന്റ് മേരീസ് പള്ളി, ചെറുകുന്നം സെയിന്റ് തോമസ് പള്ളി. ഈ പള്ളികൾക്ക് സിംഗിൾ ബെഞ്ച് അനുവദിച്ച പോലീസ് സംരക്ഷണമാണ് ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ഇന്ന് റദ്ദാക്കിയത്. സഭാതർക്കങ്ങളിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ പരിഹരിക്കാനല്ലാതെ പള്ളികളുടെ അധികാരം സ്ഥാപിച്ചെടുക്കുവാൻ പോലീസ് സംരക്ഷണം നൽകാനില്ലെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വ്യക്തമാക്കി. കൂടാതെ തർക്കം പരിഹരിക്കുവാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സർക്കാർ മധ്യസ്ഥ ചർച്ചകൾ നടത്തുമെന്ന ആ സത്യവാങ്മൂലവും കോടതി പരിഗണിച്ചു. മതപരമോ ആഭ്യന്തരമോ ആയ വിഭാഗീയ തർക്കങ്ങൾ ഉൾപ്പെടുന്ന കേസുകളിൽ പള്ളികൾ കൈവശപ്പെടുത്തുവാൻ സിവിൽ ഭരണകൂടങ്ങളോട്, അതായത് ജില്ലാ കളക്ടർമാർ ഉൾപ്പെടെയുള്ളവരോട് ഉത്തരവിടുവാൻ കോടതികൾക്ക് അധികാരപരിധിയില്ലെന്ന് ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു. സ്വത്തുക്കൾ പിടിച്ചെടുക്കുവാനുള്ള ഭരണകൂടത്തിനുള്ള പ്രത്യേക ഉത്തരവ് കോടതി റദ്ദാക്കിയെങ്കിലും അവിടെ ഇനി ഒരു ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലീസിന് ഇടപെടാമെന്നും കോടതി നിരീക്ഷിച്ചു. പള്ളി ഉടമസ്ഥാവകാശം, അധികാരം, മതഭരണം എന്നിവയെക്കുറിച്ചുള്ള തർക്കങ്ങൾ ഭരണപരമായ ഏറ്റെടുക്കലോടുകൂടിയല്ല സിവിൽ കോടതി സംവിധാനത്തിലൂടെ പരിഹരിക്കണമെന്ന് കോടതി ഊന്നി പറഞ്ഞു. ഈ വിധിയെ തുടർന്ന് തർക്കത്തിലുള്ള പള്ളികൾ ഇനി ജില്ലാ കളക്ടർമാരുടെ നിയന്ത്രണത്തിൽ ആയിരിക്കുകയില്ല, അതാത് പള്ളികളുടെ ഉടമസ്ഥതയിലായിരിക്കും. ഈ പള്ളികളിൽ സമാധാനം നിലനിർത്താൻ സാധിച്ചാൽ പൊതുവായ പ്രവേശനവും അനുവദിക്കും. കൂടാതെ മുഖ്യമന്ത്രി തലത്തിൽ തർക്കത്തിന് മധ്യസ്ഥത വഹിക്കുവാനുള്ള സർക്കാരിന്റെ സമീപകാല ഇടപെടലിൽ കോടതി ശുഭാപ്തി വിശ്വാസവും പ്രകടിപ്പിച്ചു. ഇതൊരു ശാശ്വത പരിഹാരത്തിലേക്കുള്ള ഒരു സാധ്യതയുള്ള മാർഗമായി കണക്കാക്കി ദീർഘകാലമായി നിലനിൽക്കുന്ന ഈ സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിന് ഒരു നിയമനിർമ്മാണ പരിഹാരം ആവശ്യമെങ്കിൽ അത്തരം നടപടികൾ പിന്തുടരുവാൻ സർക്കാരിന് അധികാരമുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു. ഓർത്തഡോക്സ് സഭയിലെ സമാധാനം കാംക്ഷിക്കുന്ന വിശ്വാസി സമൂഹം ഈ വിധിയെ സർവാത്മന സ്വാഗതം ചെയ്യുമ്പോൾ ഈ കേസിന്റെ മറവിൽ തീവട്ടിക്കൊള്ള നടത്തുന്നവർ എങ്ങനെയെങ്കിലും ഈ പള്ളികളിൽ ഇനി ഒരു ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടാക്കി സമാധാന നില തകർത്ത് വീണ്ടും വിഷയം വഷളാക്കുവാനുള്ള ശ്രമത്തിലാണ്. ഓർത്തഡോക്സ് സഭയുടെ കൂട്ടത്തിലുള്ള ഏതെങ്കിലും മെത്രാന്മാരെയോ വൈദികരെയോ വിശ്വാസികളെയോ അപകടപ്പെടുത്തി അത് യാക്കോബായ സഭയുടെ ആക്രമണത്തിൽ സംഭവിച്ചതാണ് എന്ന് വരുത്തി തീർക്കുവാനുള്ള സാധ്യതകൾ പോലും നമുക്ക് തള്ളിക്കളയാനാവില്ല. ഈ സഭയുടെ ചരിത്രം പരിശോധിച്ചാൽ ഇത്തരത്തിലുള്ള നീചപ്രവൃത്തികൾ ഇവർ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്തായാലും ഇന്നത്തെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധി യാക്കോബായ സഭയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസവും പ്രതീക്ഷയും നൽകുന്ന വിധിയാണ്. അല്പം താമസിച്ചാണെങ്കിലും നീതി നടപ്പാക്കുക തന്നെ ചെയ്യും എന്ന ഒരു സന്ദേശവും ഈ വിധി നൽകുന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.